നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാവ്യശാസ്ത്ര എന്ന പേപ്പറിലുള്ളതാണ്. ഇതിൽ ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ ഷോർട്ടായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് ഒന്ന് പറയാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എക്സാം അടുത്തെത്തി, തീരെ സമയമില്ല. അപ്പോൾ ധൃതിയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ആദ്യം രസം എന്താണെന്ന് നോക്കാം. കവിത അല്ലെങ്കിൽ കാവ്യം എന്തെങ്കിലും നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാവത്തില്ലേ? അതിനെയാണ് രസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രസ് എന്ന് പറയുന്നത്. രസസമ്പ്രദായത്തിൻ്റെ പ്രവർത്തകൻ ആചാര്യ ഭരതമുനിയാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്ര എന്ന ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് ഈ രസത്തിൻ്റെ വിഭിന്നമായിട്ടുള്ള അവയവങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ സബ് ഡിവിഷൻസും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മറ്റൊരുപാട് ആചാര്യന്മാരും ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഭാമഹദണ്ഡി, വാമൻ ഭോജ്, ആനന്ദവർദ്ധൻ, ബാണഭട്ട്, മമ്മട്, അങ്ങനെ ഒരുപാട് ആചാര്യന്മാരുണ്ട്. അപ്പോൾ അവരെ പറ്റിയിട്ടെല്ലാം നോക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ ഷോർട്ടാക്കിയിട്ടേ പറയുന്നുള്ളൂ. ഭരതമുനി രസത്തിനെ കാവ്യത്തിൻ്റെ ആത്മാവ് എന്നാണ് പറയുന്നത്. ഭരതമുനി സ്ഥായി ഭാവങ്ങൾ, അതായത് നമ്മുടെ മനസ്സിൽ സ്ഥിരമായി നിൽക്കുന്ന, ഓൾറെഡി ഉള്ള അവിടെ തന്നെ ഇരിക്കുന്ന ഭാവങ്ങളാണ് സ്ഥായി ഭാവങ്ങൾ. അതായത് രതി, ഹാസ്, ശോക്, ഉത്സാഹ്, ക്രോധ്, ഭയ്, ജുഗുപ്സ, വിസ്മയ് എന്നിവയാണ് നമ്മുടെ സ്ഥായി ഭാവങ്ങൾ. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഭരതമുനി 8 രസങ്ങളെ ആയിട്ട് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നവരസങ്ങളാണ്, പക്ഷേ മെയിനായിട്ട് 8 രസങ്ങളാണ്. അപ്പോൾ രസങ്ങൾ, രതി എന്ന സ്ഥായി ഭാവത്തിൻ്റെ രസമാണ് ശൃംഗാർ. അതുപോലെ ഹാസിൻ്റെ ഹാസ്യ, ശോകിൻ്റെ കരുണ്, ഉത്സാഹിൻ്റെ വീർ, ക്രോധിൻ്റെത് രൗദ്ര, ഭയിൻ്റെത് ഭയാനക്, ജുഗുപ്സയുടെ ബീഭത്സ്, വിസ്മയൻ്റെത് അദ്ഭുത്. അതുപോലെ 9ാമത്തെ രസം എന്ന് പറയുന്നത് ശാന്തരസമാണ്. പക്ഷേ ഇത് അഭിനയിക്കാനൊക്കെ ഇത്തിരി അധികം പാടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ സ്ഥായീഭാവമായിട്ട് തത്വജ്ഞാൻ, അതിനെയാണ് ഇതിൻ്റെ സ്ഥായീഭാവമായിട്ട് പറയുന്നത്. മറ്റാചാര്യന്മാർ തുതി, നിർവേദ് ഇതിനൊക്കെയാണ് ശാന്തരസിൻ്റെ സ്ഥായീഭാവമായിട്ട് പറയുന്നത്. പിന്നെയും വാത്സല്യമൊക്കെ പോലെ ഒരുപാട് രസങ്ങളെപ്പറ്റി, സഖ്യരസ്, ശ്രദ്ധ, ഭക്തി, അങ്ങനെ ഒരുപാട് സ്ഥായീഭാവങ്ങളെയും രസങ്ങളെയൊക്കെ പറ്റി പറയുന്നുണ്ട്. അതിനൊക്കെ പറ്റിയിട്ട് നോക്കണം. ഇതിൽ ശൃംഗാര രസത്തെയാണ് രസരാജ് അല്ലെങ്കിൽ ഭോജരാജ്. രസരാജ് ആരാന്ന് വെച്ചാൽ ശൃംഗാരസം. അത് ചിലപ്പോൾ 4 മാർക്കിനോ മേ ബി എസ്സേക്കോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. രസരാജ്, ശൃംഗാരസത്തെ എന്തുകൊണ്ടാണ് രസരാജ് എന്ന് പറയുന്നത്? ഇതിലിനി സ്ഥായീഭാവ്, വിഭാവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്ഥായീഭാവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഭാവങ്ങൾ, സ്ഥിരമായി നിൽക്കുന്ന ഭാവങ്ങളാണ് സ്ഥായീഭാവം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രതി, ഹാസ്യ, ക്രോധ്, അങ്ങനെ കുറേ ഭാവങ്ങളുണ്ട്. അതുപോലെ വിഭാവം എന്ന് പറഞ്ഞാൽ ഈ സ്ഥായി ഭാവങ്ങളെ ഉണർത്തുന്നതിന് എന്താണോ കാരണമാകുന്നത് അതിനെയാണ് വിഭാവം എന്ന് പറയുന്നത്. ഈ വിഭാവിന് 2 ഭേദങ്ങളുണ്ട്. ആലംബൻ വിഭാവവും ഉദ്ദീപൻ വിഭാവവും. എന്ത് കാരണമാണല്ലോ, എന്ത് വിഷയം കാരണമാണോ ഈ സ്ഥായീഭാവം ഉണരുന്നത് അതിനെയാണ് ആലംബൻ വിഭാവം എന്ന് പറയുന്നത്. ഈ ആലംബൻ വിഭാവത്തിലൂടെ എന്ത് സ്ഥായീഭാവമാണോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണോ ഈ ഉദ്ദീപിതമാവുന്നത് അതിനാണ് ഉദ്ദീപൻ വിഭാവ് എന്ന് പറയുന്നത്. എന്താണ് ഉണ്ടാവുന്നത് ഈ ആലംബൻ വിഭാവിലൂടെ. ഈ ഉദ്ദീപന് പിന്നെയും 2 വിഭാവങ്ങളുണ്ട്. ഇതൊക്കെ എക്സാമ്പിൾ പറഞ്ഞു പോയാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. പക്ഷെ അതിനൊന്നുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഷോർട്ടാക്കി പറയാൻ നോക്കുന്നത്. ഈ ആലംബൻ വിഭാവിലൂടെ അങ്കുരിതമാകുന്ന ഈ ഉദ്ദീപൻ വിഭാവത്തിലൂടെ പുറത്തേക്ക് വരുന്ന ചില സ്ഥായി ഭാവങ്ങളുണ്ടല്ലോ, ഇതിനെ ആശ്രയിച്ച് കുറച്ച് ചേഷ്ടകൾ, അതായത് നമ്മുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ്, അങ്ങനെ കുറച്ച് ചേഷ്ടകളൊക്കെ വരും. അതിനെയാണ് അനുഭാവ് എന്ന് പറയുന്നത്. അതിനും 2 ടൈപ്പ് ഉണ്ട്, സാത്വികം, കായികം. 4ാമതായിട്ട് സഞ്ചാരി ഭാവ് അല്ലെങ്കിൽ വ്യഭിചാരി ഭാവ്. ഈ സഞ്ചാരി എന്ന് പറഞ്ഞാൽ തന്നെ മൂവിങ് ആയിട്ടുള്ള, ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാതെ ഇങ്ങനെ മാറി മാറി വരുന്ന ഈ സ്ഥായി ഭാവങ്ങളുടെ ഇടയിൽ തന്നെ പ്രകടമാകുന്ന മറ്റ് ചില ഭാവങ്ങളുണ്ട്. അതിനെയാണ് സഞ്ചാരി ഭാവം അല്ലെങ്കിൽ വ്യഭിചാരി ഭാവം എന്ന് പറയുന്നത്. ഇനി ഓരോ രസങ്ങളെയും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ് ശൃംഗാര രസത്തിന് എന്തുകൊണ്ടാണ് രസരാജ് അല്ലെങ്കിൽ അതിനൊരു രാജത്വം കൊടുത്തിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ. ശൃംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശിഖർ അല്ലെങ്കിൽ ചോടി എന്നാണ്. അതൊരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. നമ്മുടെ മനസ്സിൽ മനുഷ്യന് ഏറ്റവും കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഭാവം, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഭാവമാണ് ശൃംഗാരരസം. പെട്ടെന്ന് എക്സ്പ്രസ് ആവുന്ന ഭാവവും ശൃംഗാരസമാണ്. നമ്മൾ ശൃംഗാരം പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരാളാണ് കാമദേവൻ. അപ്പോൾ ഈ കാമദേവനിലൂടെ വന്ന, കാമദേവനുമായിട്ട്
ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ ശൃംഗ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പരസ്പരമുള്ള ആ ഒരു ആകർഷണവും അവരുടെ ആ ഒരു പ്രണയവും അനുരക്തതയും ഇതിനെയൊക്കെ ഉണ്ടാക്കുന്ന പവിത്രമായിട്ടുള്ള സ്നേഹത്തെയാണ് ശൃംഗാരത്തിൽ വർണ്ണിക്കുന്നത് മെയിനായിട്ട്. മറ്റൊരു പരനാരി, അതായത് മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനോടുള്ള അവരുടെ ആ ഒരു സ്നേഹത്തെ രസാഭാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പില്ലേ, ഹസ്ബൻഡ് വൈഫ് അതുപോലത്തുള്ള നല്ല റിലേഷൻഷിപ്സിനെയൊക്കെ പ്രണയം, പവിത്രമായിട്ടുള്ള പ്രണയമായിട്ടും അല്ലെങ്കിൽ കറക്റ്റ് ശൃംഗാരരസമെന്നും അങ്ങനെ മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സ്നേഹത്തെയൊക്കെ രസാഭാസ് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഭരതമുനിയുടെ വാക്കുകളും അഗ്നിപുരാണിൽ പറയുന്നതും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആചാര്യ ശുക്ല് ജി രാമചന്ദ്ര ശുക്ലും ഈ ശൃംഗാരസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ശൃംഗാരസത്തിന് രസരാജ് എന്ന് പറയാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ശൃംഗാര ഭാവയ്ക്ക് വ്യാപകത, ആ ശൃംഗാരഭാവത്തിൻ്റെ വ്യാപകത, അതിൻ്റെ വ്യാപ്തി. രണ്ടാമത്തത് അതിൻ്റെ ആസ്വാദ്യകത, അതായത് നമുക്ക് പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ കാരണം സഭി സഞ്ചാരിയോങ്കോ, അതായത് എല്ലാ സഞ്ചാരി ഭാവങ്ങളെയും ആത്മസാത് കർണേക്ക സമർത്ഥൻ. അതിനകത്ത് ഈ ശൃംഗാരത്തിനകത്ത് ദേഷ്യം വരുന്നുണ്ട്, സ്നേഹം, ഈ വിഷമം, അങ്ങനെ മറ്റ് ഭാവങ്ങളും കൂടി ഇതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സഞ്ചാരി ഭാവങ്ങളെയും ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു സാമർത്ഥ്യത്തെ ഒരു കാരണമായിട്ട് പറയാം. പിന്നെ നാലാമത്തെ റീസൺ വിഭാവോങ്കി വിശേഷത. ഇതിൽ ആലമ്പൻ എന്ന് പറയുന്നത് ഈ ശൃംഗാറിൻ്റെ ആലമ്പൻ നായികയാണ്, നായകനും നായികയും. മറ്റ് രസങ്ങൾക്ക് ആലമ്പനിൽ ഇത്രയും വിശേഷത ഉണ്ടാവില്ല. ഈ ശൃംഗാറിലെ ഉദ്ദീപൻ വിഭാവം മറ്റ് രസങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും കൂടുതൽ ഓർത്തിരിക്കുന്നതും ഹൃദയത്തെ കൂടുതൽ ആകർഷിക്കുന്നതുമാണ്. മെയിനായിട്ട് ഈ ഒരു റീസൺസൊക്കെയാണ്, ഈ 4 റീസൺസാണ് ഈ ശൃംഗാരസത്തെ എന്തുകൊണ്ടാണ് രസരാജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനൊരു രാജത്വം കൊടുക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ബാക്കിയുള്ള രസങ്ങൾ, അതായത് 9 രസങ്ങളും അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ സ്ഥായീഭാവ്, ആശ്രയ, ആലമ്പൻ, ഉദ്ദീപൻ, അനുഭാവ്, സഞ്ചാരിഭാവ് ഇതെല്ലാം നോക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ സാധാരണീകരൺ എന്താണെന്നുള്ളത്. അതൊരു എസ്സേ പോലെയൊക്കെ 4 മാർക്കിനും അത്യാവശ്യം വലിയ ഒരു പാർട്ടാണ് ഈ സാധാരണീകരൺ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ കവി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയും അത് ഫീൽ ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ സാധാരണീകരണം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ ഈ കവി പറയുന്ന, നമ്മളൊരു കവിത വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നാടകം കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ ഒക്കെ ആ കവി അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ നമുക്കത് റിലേറ്റബിളായിട്ട് തോന്നും. എന്തെങ്കിലും കാണോ കേൾക്കുകയൊക്കെ ചെയ്യുമ്പം അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇപ്പോൾ ഒരു ഇമോഷണലായിട്ടുള്ള സീന് കാണുമ്പോൾ നമ്മൾ കരയാം. സീരിയലൊക്കെ കണ്ട് നമ്മുടെ അമ്മമാരൊക്കെ കരയുന്നത് കണ്ടിട്ടില്ലേ? ചില കോമഡിയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് ചിരിക്കുക. ചിലരുടെ റൊമാൻസ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീൽസൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ഈ സാധാരണീകരണൻ്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് ഈ സാധാരണീകരണം എന്ന് പറയുന്നത്. കവി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് ഫീൽ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ സാധാരണീകരണം വർക്കൗട്ട് ആവുന്നത്. ഓക്കെ, അടുത്തതായിട്ട് അപ്പോൾ രസസിദ്ധാന്തം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് പോകാൻ നിൽക്കരുത്, എന്തെങ്കിലും വായിച്ചിട്ടും കൂടി പോകണം. അടുത്തത് അത്യാവശ്യം പാടുള്ളതും ഇത്തിരി ലോങ് ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ധ്വനി സിദ്ധാന്തം അല്ലെങ്കിൽ ധ്വനി സമ്പ്രദായം. ഇതിൻ്റെ പ്രവർത്തകൻ എന്ന് പറയുന്നത് ആനന്ദവർദ്ധനാണ്. വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുന്നുള്ളൂ. ധ്വനിയുടെ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന മീനിങ് എന്താണ്? ഈ ഒച്ച അല്ലെങ്കിൽ സൗണ്ട്. പക്ഷേ കാവ്യശാസ്ത്രത്തിൽ ഇതിൻ്റെ അർത്ഥം വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ശബ്ദശക്തി എന്താണെന്ന് നമ്മൾ അറിയണം. ശബ്ദശക്തിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ശബ്ദശക്തിക്കകത്ത് 3 കാര്യങ്ങളുണ്ട്. അത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഭിധ, ലക്ഷണ, വ്യഞ്ജന. ഈ അഭിധ എന്ന് പറയുമ്പം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാവും. വാച്യാർത്ഥ് എന്നും പറയും അഭിധ, അതായത് ഡയറക്റ്റ് മീനിങ് എന്നൊക്കെ പറയില്ലേ. ഈ ലക്ഷണ എന്ന് പറഞ്ഞാൽ കുറച്ച് രൂഢി, പരമ്പര, കുറച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, കുറച്ച് ഇങ്ങനെ പാടുവിട്ട് ഒക്കെ മനസ്സിലാവുന്നത്. അതായത് ഇതിലെ മെയിൻ മീനിങ് നമുക്ക് മനസ്സിലാവാതെ അതിൻ്റെ കൂടെയുള്ള നൈസായിട്ടുള്ള മീനിങ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ മെയിൻ മീനിങ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, തടസ്സങ്ങൾ വരും. അതാണ് ഈ ലക്ഷണാർത്ഥ്. ഇനി വ്യഞ്ജന എന്ന് പറയുമ്പോഴത്തേക്കിനും ഇൻഡയറക്റ്റ് എന്നൊക്കെ പറയും പോലെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോവില്ലേ. അതായത് ഈ മുഖ്യാർത്ഥത്തെയും ലക്ഷ്യാർത്ഥത്തെയും, മെയിൻ മീനിങ്ങും അതിൻ്റെ സൈഡിലുള്ള മീനിങ്ങും, മെയിനും അതിൻ്റെ കൂടെയുള്ള ഗൗണും, അങ്ങനത്തെ 2 മീനിങ്, മുഖ്യാർത്ഥം ലക്ഷ്യാർത്ഥം നമ്മൾ ഇങ്ങനെ മറിഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു
ഇൻഡയറക്റ്റ് മീനിങ്, അതായത് അതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥത്തിനെയാണ് മനസ്സിലാക്കുന്നത്. ഈ മെയിനായിട്ടുള്ള മീനിങ്ങും അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന മീനിങ്ങും അല്ലാണ്ട് മറ്റൊരു മീനിങ്ങിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, അതാണ് വ്യഞ്ജന അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥത്തിനെ സ്പഷ്ടമാക്കുന്നതാണ് ഈ വ്യഞ്ജനാശക്തി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. ഈ ആനന്ദവർദ്ധൻ ധ്വനിക്ക് പ്രമുഖത കൊടുത്തുകൊണ്ട് അതിനെ ഇങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ മെയിനായിട്ട് വെച്ചുകൊണ്ട് സമ്പൂർണ്ണ കാവ്യത്തിന് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ധ്വനികാവ്യ, ഗുണീഭൂത വ്യംഗ്യകാവ്യ, ചിത്രകാവ്യം. ഇതിൽ ധ്വനികാവ്യം എന്ന് പറയുമ്പം ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഗുണീഭൂത വ്യംഗ്യകാവ്യം എന്ന് പറയുമ്പം മധ്യം, ചിത്രകാവ്യം എന്ന് പറയുമ്പം ഏറ്റവും ഇങ്ങനെ താഴത്ത് നിൽക്കണത്. ധ്വനികാവ്യം എന്ന് പറയുമ്പം അവിടെ വ്യംഗ്യാർത്ഥം വാച്യാർത്ഥം അധികം അത് രണ്ടും കാരണം അധികം സുന്ദരമായിട്ടിരിക്കും. ഗുണീഭൂത വ്യംഗ്യകാവ്യം എന്ന് പറയുമ്പം ഇത്തരം കാവ്യങ്ങളിൽ ഈ വ്യംഗ്യാർത്ഥം വാച്യാർത്ഥം വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്ര ഭംഗി ഉണ്ടാവില്ല, കുറച്ച് സുന്ദരമായിരിക്കും. അതായത് നേരത്തേനേക്കാളും കുറച്ച് സുന്ദരമായിരിക്കും. ഇനി ഈ ചിത്രകാവ്യം എന്ന് പറയുമ്പോഴത്തേന് ഈ വ്യംഗ്യാർത്ഥ് ക്ലിയർ ആയിരിക്കില്ല, സ്പഷ്ടമല്ലായിരിക്കും. ഇത്തരത്തിലാണ് ഈ കാവ്യത്തിന് 3 ശ്രേണികൾ ഉള്ളത്: ധ്വനി, ഗുണീഭൂത, വ്യംഗ്യ, ചിത്ര എന്ന് പറഞ്ഞിട്ട്. ഇതിനെ തന്നെയാണ് ഈ ഉത്തം, മധ്യം, അധം എന്നിങ്ങനെ പറയുന്നത്. ഇനി ഈ ആനന്ദവർദ്ധനാണെങ്കിൽ ആനന്ദവർദ്ധൻ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നത് ധ്വനിയാണ് കാവ്യത്തിൻ്റെ ആത്മാവെന്ന്. അപ്പോൾ ഓരോ ആചാര്യന്മാരും അവരുടെ സംഭവങ്ങൾ, ഇപ്പോൾ ധ്വനി, രസം, അതുപോലെ വക്രോക്തി ആണെങ്കിൽ വക്രോക്തി, രീതി, ഇങ്ങനെ ഓരോ പ്രവർത്തകന്മാരും, ആ ഓരോ സമ്പ്രദായങ്ങളുടെ ഓരോ പ്രവർത്തകന്മാരും അവരുടേതാണ് മെയിൻ. അതായത് അവർ സ്ഥാപിക്കുന്നത് എന്താണോ അതാണ് കാവ്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനാണ് മെയിനായിട്ട് നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ കാവ്യത്തിൻ്റെ ആത്മാവ് എന്താണെന്ന് സ്ഥാപിക്കാനും അതിൽ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയാനും, എങ്ങനെയാണ് രസം കാവ്യത്തിൻ്റെ ആത്മാവായത്, അല്ലെങ്കിൽ ഓരോരുത്തർ എന്താ പറഞ്ഞിരിക്കുന്നത് അതിനെ അവരെങ്ങനെയാണ് സ്ഥാപിച്ചെടുക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിലെ ഓരോ സമ്പ്രദായങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ഓരോ ആചാര്യന്മാരും അവർ പറയുന്നത് എന്താണോ, മീൻസ് അവരേത് സംഭവത്തിനാണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ കാവ്യത്തിൻ്റെ ആത്മാവാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഓരോ സൂത്രങ്ങളും പറഞ്ഞ് അതിന് കുറേ തിയറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും പഠിച്ചാലേ കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഈ ധ്വനിക്ക് മെയിനായിട്ട് 2 ഭേദമുണ്ട്: അഭിധാമൂലാധ്വനി, ലക്ഷണാമൂലാധ്വനി. ഡയറക്റ്റ് അഭിധേയ അർത്ഥത്തെ കാണിക്കുന്നത്, അതായത് അഭിധാമൂല എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് മീനിങ്ങിൽ കൂടി തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വ്യംഗ്യാർത്ഥം എല്ലാം മനസ്സിലാവും. അതാണ് ഈ അഭിധാമൂലാധ്വനി എന്ന് പറയുന്നത്. ഇനി ലക്ഷണാമൂലാധ്വനി എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണാമൂല ആ സാധനത്തിൽ ലക്ഷണാർത്ഥത്തിൽ കൂടി വ്യംഗ്യാർത്ഥനെ മനസ്സിലാവും. അതാണ് ഈ ലക്ഷണാമൂലാധ്വനി. ഇനി ഇതിൻ്റെ പ്രവർത്തകന്മാരെയും ഓരോരുത്തർ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, ഈ ഭട്ടലോലട്, മഹിമ ഭട്ട്, ഇങ്ങനെ ഈ ഭട്ടലോലട്, മഹിമ ഭട്ട് ധ്വനി സമ്പ്രദായത്തിനെ എതിർത്ത ആൾക്കാരാണ്. അപ്പോൾ അത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ആരൊക്കെയാണ് ഇതിനെ വിരോധിയായിട്ട് നിന്നത് ധ്വനി സമ്പ്രദായത്തിന്, പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയും അവരുടെ ഓരോ തിയറീസും, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കണം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഔചിത്യ സിദ്ധാന്തമാണ്. ഇതിൻ്റെ പ്രവർത്തകൻ ക്ഷേമേന്ദ്രാണ്. ഔചിത്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഉചിതമായത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കാവ്യത്തിൻ്റെ ഔചിത്യം എന്ന് പറയുന്നത് അതിൽ കവിയിലൂടെ അഭിവ്യക്തമായത്, അതായത് കവിയിലൂടെ എക്സ്പ്രസ് ആയത് എന്താണോ ആ ഭാവം അല്ലെങ്കിൽ ആ സംഭവങ്ങളെല്ലാം ഉചിതമാണ്, അതിന് ആവശ്യകമാണ് എന്ന് സ്ഥാപിക്കുന്നതാണ് ഈ ഔചിത്യവാദം. ഏറ്റവും ഫസ്റ്റ് ഈ ഔചിത്യത്തിൻ്റെ പറ്റിയിട്ടുള്ള ചർച്ച ഭരതമുനി തൻ്റെ നാഡ്യശാസ്ത്രം എന്ന് പറയുന്ന കൃതിയിലൂടെയാണ് നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ നാഡ്യശാസ്ത്രമാണ് ഭരതമുനിയുടെ. അപ്പോൾ ഈ എല്ലാ സമ്പ്രദായങ്ങളെ പറ്റിയിട്ടും നാഡ്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഭാമഹ്, ദണ്ഡി, വാമൻ, ഇങ്ങനെ കുറേ ആചാര്യന്മാരുണ്ട്. എല്ലാവരും എല്ലാത്തിനും കയറി ഓരോന്നിനും ഓരോ ഡിവിഷനും കൊടുത്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പഠിക്കണം. ഈ ഔചിത്യവാദം സ്ഥാപിച്ചത് ക്ഷേമേന്ദ്രനൊക്കെയാണ്. അതിന് മുന്നേയും ഒരുപാട് ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഔചിത്യവാദത്തെ പറ്റി പറയുമ്പോൾ അതിൽ ഈ ആചാര്യന്മാരിൽ അത്യാവശ്യം സർവപ്രഥം ആണ് ആനന്ദവർദ്ധൻ. അദ്ദേഹം ഔചിത്യത്തിന് 6 ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്: രസ ഔചിത്യ, അലങ്കാര ഔചിത്യ, ഗുണ ഔചിത്യ, സംഘടന ഔചിത്യ, പ്രബന്ധ ഔചിത്യ, രീതി ഔചിത്യം. അതായത് ഒരു രചന അതിൽ ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള സ്ഥാനത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു രചന
ആവുന്നത് എന്നൊക്കെയാണ് ഈ ഔചിത്യവാദത്തിൽ മെയിനായിട്ട് പറയുന്നത്. ക്ഷേമേന്ദ്രാണെങ്കിൽ ഇതിന് 28 ഭേദം പറഞ്ഞിട്ടുണ്ട്. പത്, വാക്യ, ഗുണ്, രസ്, കാരക, ലിംഗ്, വചനം അങ്ങനെ പറഞ്ഞിട്ട് 28 ഭേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അലങ്കാര സമ്പ്രദായം നോക്കാം. ഇതിൻ്റെ പ്രവർത്തകനാണ് ഭാമഹ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 സമ്പ്രദായങ്ങളുണ്ട്, അത് 5ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അലങ്കാരം അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അലങ്കാരം എന്ന് പറഞ്ഞാൽ ശോഭ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഭംഗി, കവിതയിൽ സൗന്ദര്യം കൂട്ടുന്ന എന്നൊരർത്ഥത്തിലാണ് ഈ അലങ്കാരം എന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം സുശോഭിത് കർണേവാല അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളാക്കുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലും അലങ്കാരങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 അലങ്കാരങ്ങൾ, ഉപമ, ദീപക്, രൂപക്, യമക്, ഇങ്ങനെയൊക്കെ പറ്റി ഈ 4 രൂപങ്ങളെപ്പറ്റി അലങ്കാരങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അധികം പ്രാധാന്യം കൊടുത്തില്ല അദ്ദേഹം. പിന്നെ ഇതിലെല്ലാം ഓരോ കൃതികളുണ്ട്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാവ്യാലങ്കാർ എന്ന കൃതിയുടെ രചയിതാവ് ആചാര്യ ഭാമഹാണ്. അതുപോലെ അലങ്കാർ സമ്പ്രദായത്തിൻ്റെ പ്രവർത്തകാരെന്ന് വെച്ചാലും ഭാമഹാണ്. ഭാമഹ് പറയുന്നത് ന കാന്തിമതി വിഭൂഷണം വിഭാവതി വനിതാമുഖം, അതായത് ആഭൂഷണം, ഈ ഓർണമെൻറ്റ്സ് ഇല്ലാതെ സ്ത്രീയുടെ മുഖം സൗന്ദര്യമില്ലാത്തതുപോലെയാണ് അലങ്കാരമില്ലാത്ത കാവ്യം. അതായത് നമ്മൾ മേക്കപ്പ് ഇടുമ്പം അല്ലെങ്കിൽ ഈ ഓർണമെൻറ്റ്സ് എല്ലാം വാരിയിടുമ്പം സ്ത്രീകൾ കൂടുതൽ ബ്യൂട്ടിഫുള്ളാവൂലേ, വളരെ സുന്ദരിമാരാവൂലേ, അതുപോലെയാണ് ഈ അലങ്കാരം ചേർക്കുമ്പം കവിത കൂടുതൽ സുന്ദരമാകും എന്നാണ് ഭാമഹ് പറഞ്ഞിരിക്കുന്നത്. ഭാമഹ് തൻ്റെ കാവ്യാലങ്കാർ എന്ന രചനയിൽ 6 ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാവ്യശരീര നിർണയ്, അലങ്കൃതി നിർണയ്, ദോഷ നിർണയ്, ന്യായ നിർണയ്, ശബ്ദശുദ്ധി, പിന്നെ അലങ്കാർ പ്രയോഗോം കാ നിർണയ് അല്ലെങ്കിൽ ഉചിത് അലങ്കാർ പ്രയോഗ്, ഇങ്ങനെ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാമഹ് വക്രോക്തിനെയും ഈ എല്ലാ അലങ്കാരങ്ങളുടെയും ഒരു ബേസ് അല്ലെങ്കിൽ മൂൽ എന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ വക്രോക്തിക്ക് പിന്നെ വേറൊരു പ്രത്യേകം ഈ അലങ്കാര സമ്പ്രദായമൊക്കെ വരുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റി നിർത്തിയും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഭാമഹ് വക്രോക്തിനെ ഇതിൻ്റെയൊക്കെ ബേസായിട്ട് ഒരു അലങ്കാരമായിട്ട് തന്നെ കരുതിയിരുന്നു. ഇതിൽ തന്നെ ഈ അർത്ഥാലങ്കാർ, ശബ്ദാലങ്കാർ, അതിനകത്ത് ഉപമ, ഉത്പ്രേക്ഷ, രൂപക, അങ്ങനെ ഓരോ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഡീപ്പായിട്ട് പഠിച്ചാലേ കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതിൽ വക്രോക്തി വന്നതുകൊണ്ട് തന്നെ അടുത്തിനി വക്രോക്തിനെ പറ്റി പറയാം. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ജിസ് ഉക്തിമേ വക്രതാഹോ, ഇതിൻ്റെ ശബ്ദാർത്ഥ് ടേട്ടാപ്പൻ, അസാമാന്യ, വിചിത്ര. അതായത് ഈ വക്രോക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സ്ട്രെയിറ്റ് പറയുന്ന കാര്യം കുറച്ച് വളച്ച് തിരിച്ച് ഇങ്ങനെ വളച്ചൊടിച്ച് കറക്കി തിരിച്ച് പറയൂലേ, അതിനാണ് ഈ വക്രോക്തി എന്ന് പറയുന്നത്. വക്രോക്തിയുടെ പ്രവർത്തക് കുന്തകമാണ്. ഈ കുന്തക് വക്രോക്തിനെയാണ് കാവ്യത്തിൻ്റെ ജീവൻ ആയിട്ട് കണ്ടത്. ഓരോ ആചാര്യന്മാരും അവരുടെ സംഭവത്തിനാണ് കാവ്യത്തിൻ്റെ ജീവനായിട്ട് കണ്ടത്. 10ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്ഥാപിച്ചെടുത്തത്. വക്രോക്തി കാവ്യജീവിതം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉക്തി. അതുപോലെ ഭാമഹ് കാവ്യാലങ്കാർ നേരത്തെ പറഞ്ഞ ബുക്കിൽ എല്ലാ അലങ്കാരയും പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാ അലങ്കാരങ്ങളുടെയും ജനനി അല്ലെങ്കിൽ എല്ലാ അലങ്കാരങ്ങളുടെയും അമ്മ എന്താണ് ഈ വക്രോക്തിനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വക്രോക്തിയുടെ അകത്ത് ശബ്ദവും ഉണ്ട്, അർത്ഥവും ഉണ്ട്, വേർഡും ഉണ്ട്, അതിൻ്റെ മീനിങ്ങും ഉണ്ട്. ശബ്ദം അല്ലെങ്കിൽ അർത്ഥത്തിൽ വക്രത, ഈ വളച്ച് തിരിച്ച് പറയൽ, കറക്കി പറയൽ, അതിലുള്ളതാണ് ഈ ഒരു വക്രോക്തി. ഇതുപോലെ ദണ്ഡി, വാമൻ, രുദ്രട്, ആനന്ദവർദ്ധനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ കുന്തക് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ ഓരോ കുന്തക് പറയുന്നത് വക്രോക്തി ജീവിതം എന്ന ബുക്കിൽ അദ്ദേഹം കവി കർമ്മ കാവ്യം എന്നൊക്കെ പറയും പോലെ ശബ്ദാർത്ഥോ സഹിതോ വക്രകവി വ്യാപാരശാലിനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ശ്ലോകങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വക്രോക്തി ഏകദേശം മനസ്സിലായല്ലോ. വളച്ച് തിരിച്ച് പറയുന്ന സാധനത്തെയാണ് ഈ വക്രോക്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് രീതി സമ്പ്രദായം എന്താണെന്ന് നോക്കാം. രീതി സമ്പ്രദായത്തിൻ്റെ പ്രവർത്തകനാണ് വാമൻ. ഈ രീതിയുടെ അർത്ഥം മാർഗ്, പന്ത് അല്ലെങ്കിൽ പ്രസ്ഥാൻ, ഈ വഴി എന്നൊക്കെ പറയില്ലേ, രീതി. ഇതിന് 2 മീനിങ് പറയുന്നുണ്ട്. ഒന്ന് കാവ്യരചനയുടെ നമ്മുടെ സാധാരണ ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു രചന, ആ ഒരു പദ്ധതി, നമ്മൾ എഴുതുന്ന രീതി, ആ ഒരു മീനിങ്ങും പറയുന്നുണ്ട്. 2ാമത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ഒരു സമ്പ്രദായമാണ് എന്നും പറയുന്നുണ്ട് ഈ രീതിയിൽ. ഭരതമുനി രീതിക്ക് പകരം യൂസ് ചെയ്ത വേർഡാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. പിന്നെ 4 ഭേദങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആവന്തി, ദക്ഷിണാത്യ, രൗദ്രമാഗധി, പാഞ്ചാലി, ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ദണ്ഡി യൂസ് ചെയ്തതാണ് ഈ മാർഗ് എന്ന വേർഡ്. രീതിക്ക് പകരം ദണ്ഡി യൂസ് ചെയ്തതാണ് മാർഗ്. ഭാമഹ് രണ്ടായിട്ട് തിരിച്ചിരുന്നു. വൈദർഭി, ഗൗഡി എന്നും പറഞ്ഞിട്ട് ഭാമഹ് കാവ്യാലങ്കാർ എന്ന ബുക്കിൽ രണ്ടായിട്ട് തിരിച്ചു രീതിനെ. ഇനി വാമൻ്റെ ബുക്കാണ് കാവ്യാലങ്കാര സൂത്രവൃത്തി. അപ്പോൾ ഈ വാമൻ തൻ്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് രീതിരാത്മാ കാവ്യസ്ഥ വിശിഷ്ട പദരചനാ രീതി, അതായത് ഈ കാവ്യത്തിൻ്റെ ആത്മാവാണ് ഈ രീതി, അതൊരു പ്രത്യേക വിശിഷ്ടമായിട്ടുള്ള പദരചനയുടെ രീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും രീതിനെ 3ആയിട്ടും 4ആയിട്ടും 2ആയിട്ടും അങ്ങനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ആചാര്യ രുദ്രനാണെങ്കിൽ മര്യാദയ്ക്ക് 3ആയിട്ടിരുന്നു. ഇപ്പോൾ വൈദർഭി, ഗൗഡി, പാഞ്ചാലി എന്ന് വെച്ചിരുന്നതിൻ്റെ കൂട്ടത്തിൽ ലാട്ടി എന്ന് പറഞ്ഞ 4മതൊരു സാധനം കൂടി ചേർത്തു. എന്നാൽ രുദ്രട് പറഞ്ഞു ഈ ലാട്ടി വേണ്ടാന്ന് രുദ്രട് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് 11th സെഞ്ച്വറിയിൽ ആചാര്യ ഭോജരാജ് പറഞ്ഞു ഈ ലാട്ടി കൂടാണ്ട് വേറെ 2 കൂടി ഉണ്ട്, ആവന്തിയും മാഗധിയും. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് അങ്ങനെ പറഞ്ഞ് രീതി അവസാനം വൈദർഭി, ഗൗഡി, പാഞ്ചാലി, ലാട്ടി എന്നൊക്കെ ആയി. പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ലാട്ടി വേണം എന്ന് പറയുന്നവരുണ്ട്, വേണ്ട എന്ന് പറയുന്നവരുണ്ട്. മെയിനായിട്ട് വൈദർഭി, ഗൗഡി, പാഞ്ചാലി ഇത് 3ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ രീതി എന്താണെന്ന് വെച്ചാൽ ഈ കാവ്യം എഴുതുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ഈ പദങ്ങൾ നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ച ഒരു പ്രത്യേക ഓർഡർ എന്നൊക്കെ പറയില്ലേ, ഇത് എഴുതുന്ന ആ ഒരു സ്റ്റൈല്, ആ ഒരു രീതി, അതൊക്കെ തന്നെയാണ് ഈ രീതി എന്നും പറയുന്നത്. ഇത് കൂടാണ്ട് കാവ്യക്ക് പരിഭാഷ, സ്വരൂപ് ഇതെല്ലാം നോക്കി വെക്കേണ്ട കാര്യമാണ്. ഓരോ ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അതുപോലെ അവർ പറയുന്നതിനെ അത്യാവശ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾസ് വേണം എല്ലാത്തിനും. മീൻസ് എന്ത് നമ്മൾ എഴുതിയാലും അതിന് എക്സാമ്പിൾസാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ തിരുത്തി കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു.